ഡിസിജാസ് റോയൽ ടൂഴ്സിൻ്റെ ഫസ്റ്റ് ടൂറായ ദുബായ് ട്രിപ്പ് ഇന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. നാളെ രാവിലെ, അതായത് 5-ാം തീയതി രാവിലെ 3:40 എയർ അറേബ്യ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ പോകുന്നത്. ഷാർജയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ എല്ലാവരും പുറത്തിരിക്കുകയാണ്. 12 മണിയോടെ അകത്ത് കയറും. പിന്നെ ബേക്കിൽ സീറ്റിലെല്ലാം ഊരി വെക്കണം. അതാണ് രീതി. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അകത്തേക്ക് എൻട്രൻസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടും ടിക്കറ്റ് എന്ന് പറയുന്നത് ഹൈലൈറ്റ് കഴിയുമ്പോഴേക്കും അത് രണ്ടും മാത്രം മതി അകത്ത് വരാം. അത് കഴിഞ്ഞിട്ട് ബാഗേജ് ബ്ലോക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചെക്കിങ് ചെയ്യുന്ന സമയത്ത് അവിടെ മിസ്സായെന്ന് കാണിക്കും. പിന്നെ എങ്കിലേക്കാണ് കഴിഞ്ഞിട്ട് ഇമിഗ്രേഷനിൽ ചെന്ന് സമയത്ത് അവർ ചിലപ്പോൾ ഒന്നേറെ കോടികൾ കൂടിയും നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അതിനുള്ള സാധ്യത തന്നിട്ടുണ്ട്. ഹോട്ടൽ ബുക്ക് ചെയ്ത് നമ്മുടെ ടൂറിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ ചോദിക്കും. അങ്ങനെ ഞങ്ങൾ രാവിലെ 9:30 ആയപ്പോഴത്തേക്ക് ഷാർജ എയർപോർട്ടിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ 2ാം ഘട്ടം തുടങ്ങിയാണ് ടൂറിൻ്റെ. ആദ്യത്തെ ഘട്ടം അവസാനിച്ചു. ഞങ്ങൾ ഷാർജയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ഷാർജ കാണാൻ പോവുകയാണ്. ഷാർജ എയർപോർട്ടിൻ്റെ പുറത്തുള്ള ദൃശ്യങ്ങളാണ്. ഒരു കുഞ്ഞ് എയർപോർട്ടാണ് ഷാർജ എയർപോർട്ട്. ഇപ്പം ഞങ്ങൾ ബസ് കാത്ത് നിൽക്കുകയാണ്. ഞങ്ങൾക്കുള്ള അറേഞ്ച് ചെയ്തിട്ടുള്ള ബസ് ഇവിടെ വരും. അതിൽ വേണം പോകാൻ. ഏകദേശം 2 മണിക്കൂർ ലേറ്റായിപ്പോയി ഫ്ലൈറ്റ്. അത് കാരണം ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാനും 2 മണിക്കൂർ ലേറ്റായി. ഇപ്പോൾ 9:30 കഴിഞ്ഞു. പുറത്തിറങ്ങിയിരിക്കുകയാണ്. വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി ഇതാണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി. ഇത് പാർക്കിംഗ് ഏരിയ ആണ് ഇവിടുത്തെ. എല്ലാവരും കുറച്ച് ദൂരം നടക്കാനുണ്ട് പാർക്കിംഗ് ഏരിയയിലേക്ക്. അവിടെ നിന്ന് എൻട്രൻസിൽ നിന്നും എല്ലാവരും ബാഗായിട്ട് നടന്നു വരികയാണ് വണ്ടി കയറാനായിട്ട്. ഞങ്ങളെല്ലാം കൂടെ 16 പേരാണുള്ളത്. മാനേജർ ഉൾപ്പെടെ 16 പേര്. 15 പാസഞ്ചേഴ്സും ഒരു മാനേജരും. ഇതാണ് ഞങ്ങളുടെ വണ്ടിയുടെ അകവശം. ഇതൊരു 45 സീറ്റ് വണ്ടിയാണ്. ഞങ്ങൾ 16 പേരേ ഉള്ളൂ. 16 പേർക്ക് വേണ്ടി 45 സീറ്റിൻ്റെ വണ്ടിയാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ജസ്റ്റ് അല്ല, ഇന്നത്തേക്ക് വണ്ടി മാത്രമായിരിക്കും. നാളെ ചിലപ്പം വണ്ടി മാറുമായിരിക്കും. ഞാൻ യൂട്യൂബിലിടും. ഷാർജയിൽ നിന്ന് കുറേ ദൂരം ഓടി ഒരു ക്ലാസിക് ഫാമിലി റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. 1992 മുതൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മലയാളി റെസ്റ്റോറൻറ്റാണെന്ന് തോന്നുന്നു. മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓണം സദ്യയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു 2 മണി വരെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു 2 മണിയോട് അടുപ്പിച്ചേ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തുള്ളൂ. അതിനുശേഷം ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ സിറ്റി ഒന്ന് കാണുന്നുണ്ട്. ഈ നഗരത്തിലെ ഒരു ടൂറിനകത്ത് ഒരു ഓറിയന്റേഷൻ ടൂറാണ്. ഷോപ്പിംഗോ മറ്റു കാര്യങ്ങളോ അല്ല. ഷോപ്പിംഗ് നമുക്ക് വേറെ സെപ്പറേറ്റ് ദിവസങ്ങൾ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ ടൂർ സ്കെഡ്യൂൾ ചെയ്യുന്നത് നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും അട്രാക്ഷൻസ് വരുന്ന രീതിയിലാണ്. ഇപ്പോൾ ലെഫ്റ്റിലും എന്ത് ചെയ്യാം, അട്രാക്ഷൻസ് കാണാം. റൈറ്റിൽ കാണാം. പോകുന്ന വഴി ഞാൻ പറയും ലെഫ്റ്റിലോട്ട് നോക്കൂ, റൈറ്റിലോട്ട് നോക്കൂ. ഓക്കെ, അപ്പോൾ അതിന്റെ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പറയാം. അത് മാത്രമല്ല, ഇതൊരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ടൂർ ആവാൻ നിങ്ങളുടെ സഹകരണം കൂടെ വേണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, അതല്ലെങ്കിൽ വെറൊരു ഹിസ്റ്ററി ക്ലാസ്സായി മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവാതിരിക്കുക. ഒരു മെമ്മറബിൾ ടൂർ ആവണം. അപ്പോൾ അതിനാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെ കാരണം 3-4 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ ദുബായ് എന്ന് പറയുന്ന നഗരം, അബുദാബി എന്ന് പറയുന്ന നഗരം, അതുപോലെ തന്നെ ഷാർജ നഗരം, ഇതിന്റെ ടൂറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നത് ദുബായ് നഗരത്തിന്റെ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. കാരണം കാണാൻ പോവാണ്. ആദ്യം നമ്മൾ കാണുന്നത് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്.
ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു കൾച്ചറൽ സ്ക്വയർ ആണ്. ഖുറാൻ റൗണ്ട് ബോട്ട് എന്ന് പറയുന്ന കൾച്ചറൽ സ്ക്വയർ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന കോർണിഷ് എന്ന് പറയുന്ന ഭാഗമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സൂക്കാണ്, ഒരു മാർക്കറ്റ് എന്ന് പറയുന്ന പേര് ബ്ലൂ സൂക്ക് എന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് അടുത്തേക്കാണ്. ഷാർജ നഗരത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചത് അൽ കിസൈസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. അത് ദുബായിലുള്ളതാണ്, ദുബായുടെ ഏരിയയാണ്. ദുബായുടെയും ഷാർജയുടെയും ബോർഡറാണ് അൽ കിസൈസ് എന്ന് പറയുന്നത്. ഷാർജ സിറ്റി ടൂർ കണ്ടിന്യൂ ചെയ്യാണ്. ഇവിടെ 5 പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളുള്ളൊരു സ്ഥലമാണ്. ഇത് സ്ഥലത്തിന് പറയുന്നവർ കൾച്ചറൽ സ്ക്വയർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഷാർജ എന്ന് പറയുന്നതിൻ്റെ കൾച്ചറൽ ക്യാപിറ്റലാണ് UAE. 5 പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകൾ ഇരിക്കുന്ന ഇത് സ്ഥലത്തിന് കൾച്ചറൽ സ്ക്വയർ എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ സഞ്ചാരികളും ഇവിടെ സന്ദർശിക്കാറുണ്ട്. ഞങ്ങളൊന്ന് ഫോട്ടോ എടുക്കുകയാണ്, ഗ്രൂപ്പ് ഫോട്ടോ. ഷാർജ സിറ്റി ടൂറിലെ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഷാർജ കോർണിഷ് എന്ന സ്ഥലമാണത്. ഇത് കാണുന്ന അറബിക്കടലാണിത്. ഇവിടെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, ബോട്ടിംഗ് ഒക്കെ നടത്താം ഇവിടെ. അത് ഇപ്പോൾ ഉണ്ടെന്നറിയത്തില്ല, വൈകുന്നേരങ്ങളായിരിക്കും. ഞങ്ങളുടെ ഷാർജ സന്ദർശനം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബ്ലൂ സൂക്ക്, ഷാർജ ബ്ലൂ സൂക്ക് എന്ന സ്ഥലത്തിലാണ്. അവിടുത്തെ ഗോൾഡ് സൂക്ക്. ഇവിടെ താഴത്തെല്ലാം മൊത്തത്തിൽ സ്വർണ്ണാഭരണ കടകളാണ്. 2 നിലയ്ക്ക് മാത്രമേ ഉള്ളൂ, വലിയ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഒന്നുമല്ല. ഈ കാണുന്നതാണ് ബ്ലൂ സൂക്ക്. ഞങ്ങൾ ആ ബ്ലൂ സൂക്കിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. 2 നില കെട്ടിടമാണ്. വിക്ടോറിയ ടെർമിനസ് കൽക്കട്ട കണ്ടാണ് അതിനേക്കാളും മനോഹരമായിട്ടാണ് ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. രണ്ട് സൈഡിലും താഴത്തെ നിലയിൽ 2 സൈഡിലും സ്വർണ്ണക്കടകളാണ്. മേളിലത്തെ നിലയെല്ലാം വെള്ളി ആഭരണങ്ങളാണെന്നാണ് പറയുന്നത്. ദുബായ് ബ്ലൂ സൂക്ക്. ലഞ്ച് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഷാർജ സിറ്റി ടൂറൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ചിന് വേണ്ടി വന്നിരിക്കുകയാണ്. അവിടെ ബുഫേ സിസ്റ്റമാണ് ലഞ്ച്. വൈകുന്നേരം ഒരു 4:30 മണിയോടുകൂടി ഞങ്ങൾ ഹോട്ടലിൽ എത്തിച്ചേർന്നു. എല്ലാവരും ഹോട്ടൽ ലോബി ഇരിക്കുക, പാസ്പോർട്ടൊക്കെ കൊടുത്തിട്ട് വേണം റൂം എടുക്കാനായിട്ട്. അൽ റഗ്ഗ ഹോട്ടൽ, അതാണ് അതിൻ്റെ പേര്. ഇതാണ് ഞങ്ങളുടെ റൂം. എല്ലാവർക്കും ഇതിനൊക്കെയുള്ള റൂമാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഇലക്ട്രോണിക് സിസ്റ്റമാണ്. ബാത്റൂം ലൈറ്റ് 1, ബാത്റൂം ലൈറ്റ് 2. ഇതാണ് ബാത്റൂം. ഇവിടെ ടോയ്ലറ്ററീസൊക്കെ ഉണ്ട്, സോപ്പ് എല്ലാം ഉണ്ട്. ഷവറിന് പ്രത്യേകം സെക്ഷനൊക്കെ ഉണ്ട്. ബെഡൊക്കെ സെപ്പറേറ്റ് ആണ്. 2 ചെയറൊക്കെ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഇലക്സ് റൂം തന്നെയാണ് തന്നിരിക്കുന്നത്. നല്ല റൂമൊക്കെയാണ്, AC ആണ്. കോംപ്ലിമെൻ്ററി വാട്ടറൊക്കെ ഉണ്ട്. TV എല്ലാ സംവിധാനവും ഉണ്ട്. നല്ല റൂമാണ്. ഞങ്ങളുടെ ദുബായ് ട്രിപ്പിലെ ഫസ്റ്റ് ഡേയുടെ ലാസ്റ്റ് പ്രോഗ്രാം ആണ് ദൗ ക്രൂയിസ്. ദൗ എന്ന് പറഞ്ഞാൽ തടി ഉണ്ടാക്കിയ ഒരു ക്രൂയിസ് ഷിപ്പാണ്. ആ ക്രൂയിസ് ഷിപ്പിലൂടെയുള്ള യാത്രയാണ്. ഏകദേശം 2 മണിക്കൂർ യാത്ര ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അതിനകത്തൊരു ഫുഡ് കോംപ്ലിമെൻ്ററി ആയിട്ട് ഫുഡ് ഉണ്ടാവും. ബാർബക്യൂ ഡിന്നർ എന്നാണ് പറയുന്നത്. പിന്നെ ഡാൻസും പാട്ടും ഒക്കെ അതിനകത്തുണ്ടാവും.
ഇതൊരു മാൻമെയ്ഡായിട്ട് ഉള്ളൊരു തടാകം കണക്കുണ്ടാക്കിയിട്ടേക്കുക.